ഹായ് എവരിവൺ. സോ കേരള MBBS BDSുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു കാര്യമാണ്. അപ്പോൾ ഇന്നലെ സിയുടെ വെബ്സൈറ്റിൽ നമുക്കിപ്പോൾ നിങ്ങൾക്ക് അറിയാം തേർഡ് റൗണ്ടിലേക്കുള്ള മൂന്നാം ഘട്ടത്തിലേക്കുള്ള ഓപ്ഷൻ കൺഫർമേഷനും റീഅറേഞ്ച്മെന്റും ഡിലീഷനും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ മക്കളെ. അപ്പോൾ അതിനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 23/10/2025 2 PM വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യമാണ്. അപ്പൊ ഇന്ന് 2 മണി വരെ റീഅറേഞ്ച്മെന്റും ഡിലീഷനും നടത്താത്ത കുട്ടികൾക്ക് അത് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. കൺഫർമേഷൻ നടത്താത്തവർക്ക് അതിനുള്ള അവസരവുമുണ്ട്. ഇതിന് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഓൾ ഇന്ത്യയുടെ തേർഡ് റൗണ്ടിന്റെ മൂന്നാം ഘട്ട പ്രൊവിഷണൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞു അല്ലേ. അപ്പൊ നിങ്ങളുടെ ഓൾ ഇന്ത്യയിലുള്ള സാധ്യത ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പൊ കേരള ചെയ്യാത്ത ആളുകൾക്ക് ഇത് ഏറ്റവും വലിയൊരു അവസരമാണ്. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു കാര്യമുണ്ട്. ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും റൗണ്ട് 1ലും റൗണ്ട് 2ലും നിലവിൽ അഡ്മിഷൻ എവിടെങ്കിലും കിട്ടിയ കുട്ടികൾ, അഡ്മിഷനിൽ കണ്ടിന്യൂ ചെയ്യുന്ന കുട്ടികൾക്ക് ഇന്ന് 5 PM വരെ അത് വെക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ക്വിറ്റ് ചെയ്യാനായിട്ടുള്ള സീറ്റിൽ നിന്ന് റിലീവ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. ഇതെന്തിനാണെന്ന് മിസ് എടുത്തു പറയുകയാണ്. കഴിഞ്ഞ വർഷം തേർഡിന് ശേഷം നടക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാം സ്ട്രേ വേക്കൻസി റൗണ്ട് ആണല്ലേ. അപ്പോൾ സ്ട്രേ വേക്കൻസി റൗണ്ട് എന്ന് പറയുമ്പോൾ മെഡിക്കൽ അലൈഡിനൊക്കെ 6 റൗണ്ട് സ്ട്രേ വേക്കൻസി ഉണ്ടായിരുന്നു. ജനുവരിയോട് കൂടിയാണ് 6ാമത്തെ സ്ട്രേ വേക്കൻസി റൗണ്ട് എൻഡ് ചെയ്യുന്നത്. സോ അത്രയും ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ വർഷം MBBSന്റെയും BDSന്റെയും ഒക്കെ ആദ്യ സ്ട്രേ വേക്കൻസി റൗണ്ട് വരുന്ന സമയത്ത് തേർഡ് അലോട്ട്മെന്റിന്റെ ഓപ്ഷൻ കൺഫർമേഷൻ ഡേറ്റിന്റെ ഈ പറയുന്ന ഡേറ്റിൽ റിലീവ് ചെയ്യുന്നവർക്ക് മാത്രമായിരുന്നു സ്ട്രേയിൽ പങ്കെടുക്കാൻ പറ്റുമായിരുന്നത്. അതായത് കഴിഞ്ഞ വർഷം അനുസരിച്ചാണെങ്കിൽ 23/10/2025 5 PM മുൻപ് സീറ്റ് ക്വിറ്റ് ചെയ്യുന്ന ആ സീറ്റിൽ നിന്നും റിലീവ് ചെയ്യുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ. കഴിഞ്ഞ വർഷത്തെ ഡേറ്റ് വേറെയാണ്. പക്ഷേ തേർഡ് അലോട്ട്മെന്റിന്റെ ഓപ്ഷൻ കൺഫർമേഷൻ നടക്കുന്ന ടൈമിൽ സിയുടെ വെബ്സൈറ്റിൽ വരുന്ന ഈ ഒരു ഡേറ്റിനുള്ളിൽ ഫസ്റ്റ് ഫേസിലോ സെക്കൻഡ് ഫേസിലോ അഡ്മിഷനിൽ കണ്ടിന്യൂ ചെയ്യുന്ന കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ BDSൽ ഒരു സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ നിങ്ങൾ അഡ്മിഷനിൽ കണ്ടിന്യൂ ചെയ്യുക, സെക്കൻഡ് ഫേസിൽ നിങ്ങൾക്ക് കിട്ടി. ഇപ്പൊ നിങ്ങളുടെ ആ ഒരു രജിസ്ട്രേഷൻ ഫീ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സീറ്റ് ക്വിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അങ്ങനെ ആണെങ്കിലായിരിക്കാം കഴിഞ്ഞ വർഷത്തെ അനുസരിച്ച് നിങ്ങൾക്ക് സ്ട്രേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂ. പക്ഷെ ദയവ് ചെയ്ത് സ്ട്രേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി നിലവിൽ കയ്യിലുള്ള സീറ്റ് കളയരുത്. നിങ്ങൾ അത്രയും കുറച്ച് സീറ്റുകളായിരിക്കണം സ്ട്രേയിൽ വരാൻ പോകുന്നത്. സ്ട്രേ വേക്കൻസി അല്ലേ, ഒഴിവുള്ള സീറ്റുകൾ മാത്രമായിരിക്കും. പക്ഷെ ആ ഒരു കാര്യം, ആ ഒരു റിസ്ക് ഫാക്ടർ ഒന്നും എടുക്കാൻ നിൽക്കരുത്. പറഞ്ഞ കാര്യം മനസ്സിലായോ? കഴിഞ്ഞ വർഷത്തെ സ്ട്രേ വേക്കൻസിയുടെ റൂൾ അനുസരിച്ച് ഈ ഒരു ഡേറ്റ് എൻട്രൻസ് കമ്മീഷണർ തേർഡ് ഫേസിന് മുൻപായിട്ട് റിലീവ് ചെയ്യാൻ, ക്വിറ്റ് ചെയ്യാൻ പറയുന്ന ഈ ഒരു ഡേറ്റിന് മുൻപ്, ഈ ഒരു 5 മണിക്ക് മുൻപ് ക്വിറ്റ് ചെയ്യുന്നവർക്ക് മാത്രമായിരുന്നു കഴിഞ്ഞ വർഷത്തെ ഡേറ്റ് വേറെയാണെങ്കിൽ കൂടി ഈ ഒരു സമയത്തിനുള്ളിൽ ക്വിറ്റ് ചെയ്യുന്നവർക്ക് മാത്രമായിരുന്നു സ്ട്രേയിൽ പങ്കെടുക്കാൻ പറ്റുക. കാര്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണെ മക്കളെ. യെസ്, അപ്പോൾ സ്ട്രേ വേക്കൻസി റൗണ്ട് ആണ് ഇനി നടക്കാനായിട്ട് പോകുന്നത്. തേർഡിന് ശേഷം ഇന്ന് 2 മണിക്ക് മുൻപായിട്ട് റീഅറേഞ്ച്മെന്റും ഡിലീഷനും കൺഫർമേഷനും ഒക്കെ നടത്തുക. ആ ഒരു കാര്യം ക്ലിയർ ആണല്ലോ. അതേപോലെ 23 വൈകുന്നേരം 5 മണിക്ക് മുൻപായിട്ട് ആദ്യ റൗണ്ടിലോ രണ്ടാമത്തെ റൗണ്ടിലോ കേരളത്തിൽ എവിടെയെങ്കിലും ഗവൺമെന്റിലായിക്കോട്ടെ സെൽഫ് ഫിനാൻസിങ്ങിലായിക്കോട്ടെ MBBSനും BDSനും അഡ്മിഷൻ കിട്ടിയ കുട്ടികൾക്ക് റിലീവ് ചെയ്യാൻ, ആ സീറ്റ് ക്വിറ്റ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. ഈ സമയത്തിനുള്ളിൽ ക്വിറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇനി വരുന്ന ഒരു അലോട്ട്മെന്റിലും കൺസിഡർ ചെയ്യാനുള്ള സാധ്യതയില്ല എന്ന് കരുതി ദയവ് ചെയ്ത് കിട്ടിയ സീറ്റ് കളയുന്നതിന് മുൻപ് ആലോചിക്കണം. ഇനി വരാനുള്ളത് സ്ട്രേ വേക്കൻസി മാത്രമാണെന്നുള്ള കാര്യം കൂടി ആലോചിച്ചിട്ട് ക്വിറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനം നിങ്ങളുടേതാണ്, മക്കളുടെ തീരുമാനമാണ്. യെസ്, 1-2 കാര്യം കൂടെ കമന്റ് ബോക്സിൽ ഒരുപാട് വന്ന കമന്റുകളാണ്. ഒരു കോളേജിലും കിട്ടാത്തവർക്ക് എങ്ങനെ റീഫണ്ട് കിട്ടുക എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാ റൗണ്ടുകൾക്ക് ശേഷവുമായിരിക്കും റീഫണ്ട് കിട്ടുക. ഒരു അലോട്ട്മെന്റിലും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യപ്പെടും. അത് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനുള്ള സമയമൊക്കെ എല്ലാ റൗണ്ടിന് ശേഷം കിട്ടും. ഇനി അത് ചെയ്യാത്ത ആളുകൾക്ക് നിങ്ങൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തപ്പോൾ ഏത് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണോ കൊടുത്തത് ആ അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ പൈസ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഓക്കെ കേട്ടോ. അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ അക്കൗണ്ട് ആഡ് ചെയ്യാനുള്ള അവസരമൊക്കെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. യെസ്, ആ ഒരു ടൈം വരും, അപ്പോൾ നമ്മൾ അറിയിക്കാം. എല്ലാ റൗണ്ടിനും ശേഷമായിരിക്കും. ഓൾ ഇന്ത്യയുടെ തേർഡ് അലോട്ട്മെന്റ് റിസൾട്ട് വന്നോ? യെസ്, വന്നിട്ടുണ്ട്. ഇന്നലെ വന്നിട്ടുണ്ട്. പ്രൊവിഷണൽ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു
അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഓൾ ഇന്ത്യയിലും കേരളയിലും ഇനി നടക്കാൻ പോകുന്നത് സ്ട്രേ വേക്കൻസി റൗണ്ട് ആണ്. അപ്പോൾ മക്കളെ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം, ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്. ബൈ.